ഹായ് ഓൾ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലൈറ്റ് എന്ന ടോപ്പിക്കാണ്. പ്രകാശം. ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി അല്ലെ? പ്രകാശം ഒരു തരത്തിലുള്ള ഊർജ്ജ രൂപമാണ്. പ്രകാശം എന്താണ്? ഒരു തരത്തിലുള്ള ഊർജ്ജ രൂപമാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി വിച്ച് പ്രൊഡ്യൂസസ് സെൻസേഷൻ ഓഫ് സൈറ്റ് ആൻഡ് മേക്സ് ദ സറൗണ്ടിങ് ഒബ്ജക്ട് വിസിബിൾ ടു അസ്. ചുറ്റുമുള്ള വസ്തുക്കളെ നമ്മുടെ കാഴ്ചകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് എന്താണ്? പ്രകാശമാണ്, ലൈറ്റ് ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മാക്സിമം ഇൻ വാക്വം. ലൈറ്റിന്റെ സ്പീഡ് മാക്സിമം എവിടെയാണ്? വാക്വത്തിലാണ്, ശൂന്യതയിലാണ് ലൈറ്റിന്റെ സ്പീഡ് മാക്സിമം എന്ന് പറയുന്നത്. അത് എത്രയാ? അവിടെ വാല്യൂ തന്നിട്ടുണ്ട്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് ശൂന്യതയിലുള്ള ലൈറ്റിന്റെ വേഗത എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രകാശത്തിന്റെ ഒരു പ്രത്യേക പ്രതിഭാസം പഠിക്കാം. അതാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിപതനം. അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? When a ray of light approaches a smooth polished surface, ഒരു റേ ഓഫ് ലൈറ്റ്, ഒരു പ്രകാശകിരണം ഒരു സ്മൂത്ത് ആയ സർഫസിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ and the light ray bounces back, ആ ലൈറ്റ് റേക്ക് എന്താവും? ആ ലൈറ്റ് റേ ബൗൺസ് ബാക്ക് ചെയ്യും. അതായത് അവിടെ തട്ടി, ആ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ തട്ടി ആ ലൈറ്റ് റേ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, പ്രതിപതനം എന്ന് പറയുന്നത്. സ്മൂത്ത് ആയ സർഫസിലേക്ക് ഒരു ലൈറ്റ് റേ വന്ന് പതിക്കുമ്പോൾ അതെന്താണ്? തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും, തിരിച്ച് തട്ടി, അവിടെ തട്ടി തിരിച്ചു വരും. ഈ ഒരു പ്രതിഭാസമാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. The incident light ray that land on the surface is reflected off the surface. അതായത് അവിടെ വന്ന് പതിക്കുന്ന ലൈറ്റ് റേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡന്റ് ലൈറ്റ് റേ. അവിടെ വന്ന് ആ സ്മൂത്ത് സർഫസിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് റേനെ പറയുന്ന പേരാണ് ഇൻസിഡന്റ് ലൈറ്റ് റേ. ഇൻസിഡന്റ് ലൈറ്റ് റേ എന്താണ്? സർഫസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു, ബൗൺസ് ബാക്ക് ചെയ്തു പോകുന്നു. ഇതാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. The ray that bounce back is called the refracted ray. ഈ ബൗൺസ് ബാക്ക് തട്ടി തിരിച്ചു പോയ റേനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, റിഫ്ലക്റ്റഡ് റേ. അപ്പൊ നമ്മള് പ്രതിപതനം എന്ന പ്രതിഭാസത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ ഒരു ലൈറ്റ് റേ തട്ടിയാല് അത് തിരിച്ച് അതിൻ്റെ അതേ മീഡിയത്തിലേക്ക് തിരിച്ച് അതേപോലെ തന്നെ ബൗൺസ് ബാക്ക് ചെയ്യും. അങ്ങനെ വന്ന് പതിക്കുന്ന റേനെ വിളിക്കുന്ന പേര് ഇൻസിഡന്റ് റേ എന്നും, അതുപോലെ ബൗൺസ് ബാക്ക് ചെയ്യുന്ന റേനെ വിളിക്കുന്ന പേരെന്താണ്? റിഫ്ലക്റ്റഡ് റേ എന്നുമാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ഒരു ചിത്രം നോക്കാം അല്ലെ? റിഫ്ലക്ഷന്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ മിററിലെ ഇൻസിഡന്റ് റേ, ഈ ഇൻസിഡന്റ് റേ വന്ന് പതിക്കുന്ന രശ്മീനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഇൻസിഡന്റ് റേ അല്ലെ? അതുപോലെ ബൗൺസ് ബാക്ക് ചെയ്യുന്ന തിരിച്ചു പോകുന്ന റേനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, റിഫ്ലക്റ്റഡ് റേ. അപ്പൊ ഇൻസിഡന്റ് റേ ഉണ്ട്, റിഫ്ലക്റ്റഡ് റേ ഉണ്ട്. ഇൻസിഡന്റ് റേയുടെ മലയാളം പതനരശ്മി എന്നാണ്. റിഫ്ലക്റ്റഡ് റേയുടെ മലയാളം എന്ന് പറയുന്നത് പ്രതിപതന രശ്മി എന്നാണ്. അതുപോലെ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ട് ഒരു വരയും കൂടെ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ. ഒരു രണ്ട് റേകൾക്കിടയിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിനെ വിളിക്കുന്ന പേരാണ് നോർമൽ. അപ്പൊ നോർമലും നമ്മൾ പറഞ്ഞു ഇൻസിഡന്റ് റേ പതനരശ്മി, റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് പ്രതിപതന രശ്മി, അതുപോലെ നോർമൽ എന്ന് പറയുന്നത് ലംബമാണ്. ഇനി അവിടെ ഐയും ആറും എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങൾ നമ്മൾ കണ്ടു. എന്താണ് ഐയും ആറും? അവിടെ ഈ നോർമലിന്റെയും ഇൻസിഡന്റ് റേയുടെയും ഇടയിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഐ എന്ന് പറയുന്നത്. ഇൻസിഡന്റ് റേയുടെയും നോർമലിന്റെയും പതനരശ്മിയുടെയും നോർമലിന്റെയും ഇടയിൽ ഇവിടെ ഒരു ആംഗിൾ കാണുന്നുണ്ട് അല്ലെ? ഈ രണ്ടിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നറിയപ്പെടുന്ന ഐ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ മലയാളം പതന കോണെന്നാണ്. അപ്പൊ ഐ എന്ന് പറയുന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ആംഗിളിനെയാണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ്. അതുപോലെ അവിടെ ആർ എന്ന് പറയുന്ന അക്ഷരം കൂടി ഉണ്ട്. ആർ എന്ന് പറയുന്ന അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു? റിഫ്ലക്റ്റഡ് റേയുടെയും നോർമലിന്റെയും ഇടയിലുള്ള ആംഗിളിനെ, ഇടയിലുള്ള കോണളവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതിനെ പ്രതിപതന കോണെന്നാണ് വിളിക്കുന്നത്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ചിത്രം എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തതിലേക്ക് പോകാം. അടുത്തതായിട്ട് എന്താ അവിടെ? ലോസ് ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷന്, പ്രതിപതനത്തിന് കുറച്ച് നിയമങ്ങളുണ്ട്. അതിനെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. ദ ലോ ഓഫ് റിഫ്ലക്ഷൻ ഡിറ്റർമൈൻസ് ദ റിഫ്ലക്ഷൻ ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് റേ ഓൺ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇൻസിഡന്റ് ലൈറ്റ് റേനെ കുറിച്ചും അവിടെ റിഫ്ലക്ഷനെ കുറിച്ച് എല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. അതായത് റിഫ്ലക്ഷന്റെ കുറച്ച് നിയമങ്ങളുണ്ട്. അവരാണ് റിഫ്ലക്ഷൻ എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കുന്നത്. ലൈക്ക് മിറേഴ്സ് സ്മൂത്ത് മെറ്റൽ
മെറ്റൽ സർഫസസ് ആൻഡ് ക്ലിയർ വാട്ടർ. റിഫ്ലക്റ്റിംഗ് സർഫസസ് ആയിട്ടുള്ള മിറേഴ്സ്, അതുപോലെ സ്മൂത്ത് മെറ്റൽ സർഫസ്, വെള്ളം, ക്ലിയർ ആയിട്ടുള്ള വാട്ടറിലും ഒക്കെയാണ് എന്ത് റിഫ്ലക്ഷൻ നല്ല രീതിക്ക് നടക്കുന്നത് അല്ലേ. ദ ലോ ഓഫ് റിഫ്ലക്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ്. അപ്പൊ ലോ എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന എന്താ? ലോ ഓഫ് റിഫ്ലക്ഷൻ, പ്രതിപതന നിയമങ്ങളിൽ തന്നെ പറയുന്നത് എന്താണ്? ദ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ. ഒന്നുകൂടെ പറയാം. ഇൻസിഡന്റ് റേ പതന രശ്മി, റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് പ്രതിപതന രശ്മി, ആൻഡ് ദ നോർമൽ, നോർമൽ എന്ന് പറഞ്ഞാൽ ലംബം. ഇവരെല്ലാവരും എന്താണ്? ഓൾ ലൈ ഇൻ ദ, ഇവരെല്ലാവരും എന്താണ്? സെയിം പ്ലെയിൻ, ഒരേ തലത്തിലായിരിക്കണം ഇവരെല്ലാവരും ഉണ്ടാവേണ്ടത്. ആദ്യത്തെ നിയമമാണത് അല്ലെ, പ്രതിപതന നിയമം ഒന്നാമത്തത്, റിഫ്ലക്ഷന്റെ ലോ ഒന്നാമത്തത് എന്താണ്? ദ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ഇവരെല്ലാവരും ഒരേ തലത്തിലായിരിക്കണം. അടുത്തത് നോക്കാം. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അവിടെ നേരത്തെ നമ്മൾ ആ ചിത്രത്തിൽ കണ്ടു, ഐയും ആറും കണ്ടു അല്ലെ. ഐ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, ആർ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ആംഗിൾ ഓഫ് റിഫ്ലക്ഷനോട് തുല്യമായിരിക്കണം. അവർ രണ്ടുപേരുടെയും ആംഗിളിന്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അപ്പൊ രണ്ട് നിയമങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. അവിടെ കണ്ടോ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ ആയിട്ടുള്ള മിററിൽ ഫോം ചെയ്തിരിക്കുന്ന ഇമേജിന്റെ ആ ഒരു പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മിറർ, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസിൽ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ ഒരു ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഈസ് വെർച്വൽ. അതെന്താണ്? അതൊരു സാങ്കല്പികമാണ്. ഇറ്റ് ഈസ് വെർച്വൽ ആണ്. അതുപോലെ ഇറ്റ് ഈസ് ഇറക്റ്റ് ആണ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ളതാണ്. ആൻഡ് ദ സെയിം സൈസ് ആസ് ദ ഒബ്ജക്ട്. ഒബ്ജക്റ്റിന് എന്താണോ സൈസ് ഉള്ളത്, അല്ലെങ്കിൽ ആ വസ്തുവിന് ഏതാണോ എത്രയാണോ സൈസ് ഉള്ളത്, ആ സൈസ് തന്നെയായിരിക്കും ഇതിനുണ്ടാവുക എന്ന് പറയുന്നത്, പ്രതിബിംബത്തിന് ഉണ്ടാവുക, ഇമേജിന് ഉണ്ടാവുക എന്ന് പറയുന്നത്. ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്ട് ഫ്രം ദ പ്ലെയിൻ മിറർ ഈസ് ദ സെയിം ആസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ പ്ലെയിൻ മിറർ. ഒബ്ജക്റ്റിലേക്ക്, അതായത് കണ്ണാടിയിൽ നിന്നും ഒബ്ജക്റ്റിലേക്ക് എത്ര ദൂരമാണോ ഉള്ളത്, അതുപോലെ ആയിരിക്കും എന്താണ് കണ്ണാടിയിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. രണ്ട് ദൂരവും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ഇറ്റ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ്. നമ്മൾ ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് പറയുന്ന വാക്ക്, അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഈ ആംബുലൻസ് എന്നൊക്കെ എഴുതി കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. ആംബുലൻസിന്റെ ആ ഒരു എഴുതി കാണിച്ചിട്ടുള്ളത് നേരെ തിരിച്ചാണ് എഴുതിയിട്ടുണ്ടാവുക. മിററിൽ കാണുമ്പോൾ എന്താണ്? അത് കറക്റ്റ് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മിററിൽ നോക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡായിട്ടും, അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡായിട്ടും തോന്നുന്ന ആ ഒരു പ്രതിഭാസം ഇല്ലേ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാമത്തത് വെർച്വൽ ആണ്. അതെന്താണ്? ഒരു സാങ്കല്പികമാണ്. ഇറ്റ് ഈസ് ഇറക്റ്റ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുത്തനെയുള്ളതാണ്. സെയിം സൈസ് ആസ് ദ ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ അതേ സൈസിലുള്ളതാണ്. അതുപോലെ എന്താണ്? പ്ലെയിൻ മിററിൽ നിന്നുള്ള ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസിലേക്കും, അതുപോലെ പ്ലെയിൻ മിററിൽ നിന്നുള്ള ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസിലേക്കും, പ്രതിബിംബത്തിലേക്കുള്ള ഡിസ്റ്റൻസും തുല്യമായിരിക്കും. അടുത്തതായിട്ട് ഇറ്റ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ്. അതായത് നമ്മൾ പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിൽ കണ്ണാടിയിൽ അത് ലെഫ്റ്റ് ആയിരിക്കും. അങ്ങനെ ആ ഒരു പ്രതിഭാസം, ആ ഒരു സംഭവത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇറ്റ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഇമേജ് ഈസ് that it is laterally inverted. നമ്മൾ പറഞ്ഞ laterally inverted എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയിൻ മിറേഴ്സിന്റെ കേസിൽ നമ്മൾ ഈ ചിത്രമൊക്കെ കണ്ടു അല്ലേ. ആ പ്ലെയിൻ മിറേഴ്സിന്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ് മീൻസ് if you raise your left hand it would appear in the plane mirror you have raised your right hand. അതായത് നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് പൊക്കിയാൽ പ്ലെയിൻ മിററിൽ എന്തായിരിക്കും കാണുക? റൈറ്റ് ഹാൻഡ് ആയിരിക്കും കാണുക. അങ്ങനത്തെ ഒരു പ്രതിഭാസമാണ് എന്ത്? ലാറ്ററലി ഇൻവേർട്ടഡ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. എന്താണ് സ്ഫെറിക്കൽ മിറേഴ്സ്? എന്താണ് സ്ഫെറിക്കൽ മിറേഴ്സ്? അപ്പൊ നമുക്ക് സ്ഫെറിക്കൽ മിറേഴ്സ്, എ സ്ഫെറിക്കൽ മിറർ ഈസ് എ മിറർ ദാറ്റ് ഹാസ് ദ ഷേപ്പ് ഓഫ്
piece cut out of a spherical surface. ഒരു ഗോളത്തിൽ നിന്നും കട്ട് ചെയ്ത ഒരു സർഫസ് ആണ് എന്ത് സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത്. അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു ഗോളമുണ്ട്, ആ ഗോളത്തിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി അവിടെ മിററാക്കി. ഇങ്ങനെയാണ് എന്ത് സ്ഫെറിക്കൽ മിറേഴ്സ് ഉണ്ടാക്കുന്നത്. ഗോളാകൃതിയിലുള്ളതിൽ നിന്നും ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി, ഇതാണ് എന്ത് സ്ഫെറിക്കൽ മിറേഴ്സ്. അപ്പൊ സ്ഫെറിക്കൽ സർഫസ് ആണ് അതിനുണ്ടാവുന്നത്. ഇനി രണ്ട് തരത്തിലാണ് നമുക്ക് സ്ഫെറിക്കൽ മിറേഴ്സ് ഉള്ളത്. ഏതൊക്കെയാണ് ഉള്ളത്? കോൺകേവ് മിറർ ഉണ്ട്, അതുപോലെ കോൺവെക്സ് മിറർ ഉണ്ട്. മിറേഴ്സ് രണ്ട് തരത്തിലാണ് ഉള്ളത്, കോൺകേവ് മിററും ഉണ്ട്, കോൺവെക്സ് മിററും ഉണ്ട്. അപ്പൊ അവിടെ അതിന്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സ്ഫിയറിൽ നിന്നും മുറിച്ചു മാറ്റുന്ന ഭാഗങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് രണ്ട് തരത്തിലുള്ള സ്ഫെറിക്കൽ മിറേഴ്സും പറഞ്ഞു അല്ലെ. അപ്പൊ അതില് ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ എന്താണ് കർവ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു മിറേഴ്സിനെ എന്ത് വിളിക്കുന്നു? കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നു. ആ പേര് തന്നെ ഉണ്ടല്ലേ, കേവ് പോലെ, അതായത് ഉള്ളിലേക്ക് കുറച്ച് കർവ്ഡ് ആയിട്ട് നിൽക്കുന്ന മിറേഴ്സ് ആണ് എന്ത് കോൺകേവ് മിറേഴ്സ്. അതുപോലെ എന്താണ് റിഫ്ലക്റ്റിംഗ് സർഫസ്, അവിടെ ശ്രദ്ധിക്കണം, റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ്. റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് എന്ത് കർവ്ഡ് ആയിട്ടുള്ളത്, ആ ഒരു കേവ് പോലെയുള്ളത്, അതാണ് എന്ത് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? റിഫ്ലക്റ്റിംഗ് സർഫസ് എവിടെയാ? ഇതിന്റെ പുറത്താണ് അല്ലെ, അതായത് ആ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് സ്ഫിയറിന്റെ പുറത്താണ്. അങ്ങനെയുള്ള കർവ്ഡ് ആയിട്ട് നിൽക്കുന്നതിനെ എന്ത് വിളിക്കും? കോൺവെക്സ് മിറർ എന്ന് വിളിക്കും. അവിടെ കൃത്യമായിട്ട് ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളിലാണെങ്കിൽ ആ കർവ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു മിറർസിനെ വിളിക്കുന്ന പേര് കോൺകേവ് മിറർ എന്നാണ്. റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്താണെങ്കിൽ എന്താണ് വിളിക്കുക? കോൺവെക്സ് മിറർ എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ടെർമിനോളജീസ് ഇൻ സ്ഫെറിക്കൽ മിറർ. ഈ സ്ഫെറിക്കൽ മിററുകളുടെ ടെർമിനോളജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? അവർക്ക് പ്രത്യേക കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. അവരെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അവർക്ക് പ്രത്യേക കുറച്ച് ടേംസ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ എന്താണ്? The center of the sphere from which the spherical mirror is taken is known as the center of curvature. ഏത് ഗോളത്തിൽ നിന്നാണോ, ഏത് സ്ഫിയറിൽ നിന്നാണോ ആ ഒരു പാർട്ട് മുറിച്ചെടുത്തത്, ആ മുറിച്ചെടുത്തതിന് ഒരു സെന്റർ ഉണ്ടാവും അല്ലെ. അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു സ്ഫിയർ ഉണ്ടെങ്കിൽ ആ സ്ഫിയറിന് നമ്മൾ ഇത്ര ഭാഗം കട്ട് ചെയ്യുന്നു. ആ കട്ട് ചെയ്ത സമയത്ത് ഈ സ്ഫിയറിന് ഓൾറെഡി ഒരു സെന്റർ ഉണ്ടാവും. ഈ സെന്ററിനെയാണ് എന്ത് വിളിക്കുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. സി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സി ആണ് അല്ലെ, സെന്റർ ഓഫ് കർവേച്ചർ. അപ്പൊ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചറിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി അല്ലെ. ഇനി അടുത്തത് ഇവിടെ എന്താണ്? ഒരു ചിത്രമാണ് അല്ലെ. അതിന്റെ ടെർമിനോളജീസ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സ്ഫിയറിൽ നിന്നും കട്ട് ചെയ്തതാണ് എന്ത് സ്ഫെറിക്കൽ മിറേഴ്സ്. അതിനൊരു സെന്റർ ഉണ്ടാവും അല്ലെ. ആ സ്ഫിയറിന് എന്തുണ്ടാവും? ഒരു നടുഭാഗം, ഒരു കേന്ദ്രം ഉണ്ടാവും. ആ ഒരു സെന്റർ സി അടയാളപ്പെടുത്തിയത് കണ്ടോ? സെന്റർ ഓഫ് കർവേച്ചർ എന്താണ്? സി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കാം റേഡിയസ് ഓഫ് കർവേച്ചർ. എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ? ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ which the spherical mirror is a part is called the radius of curvature. എന്താണ്? ഒരു സ്ഫെറിക്കൽ മിററിന്റെ പാർട്ട് ആയിട്ടുള്ള അതിന്റെ ഒരു സ്ഫിയർ ആണല്ലേ. അപ്പൊ അതിന് എന്തായാലും എന്തുണ്ടാവും? ഒരു ആരം ഉണ്ടാകും, റേഡിയസ് ഉണ്ടാവും. റേഡിയസ് ഓഫ് ദ സ്ഫിയർ വിച്ച് ദ സ്ഫെറിക്കൽ മിറർ is the part is called the radius of curvature. ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ആരത്തിനെ എന്ത് വിളിക്കും? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ കണ്ടോ, ഈ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്നും റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു വര നമ്മൾ കണ്ടല്ലേ, ഒരു ലൈൻ നമ്മൾ കണ്ടു. സെന്റർ ഓഫ് കർവേച്ചർ മുതൽ ആ സ്ഫെറിക്കൽ വരെയുള്ള ആ സ്ഫിയർ മിറർ ആയിട്ടുള്ള ആ മിറർ വരെയുള്ള ദൂരത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കിനി അടുത്തത് നോക്കാം. അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ, we can also say the radius of curvature is equal to the distance between any point on the spherical mirror to the center of curvature. നമുക്ക് എന്തുകൂടെ പറയാം? ഇവിടെ നിന്ന് ഒരു പോയിന്റ് സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് പോയാലും അതെന്ത് തന്നെയാണ്? റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. അതായത് ഏത് പോയിന്റിൽ നിന്നും സെന്ററിലേക്ക് ഒരു പോയിന്റ് ഉണ്ടാവും, കേന്ദ്രത്തിലേക്ക് ഒരു പോയിന്റ് ഉണ്ടാവും. അവിടെ നിന്ന് നേരെ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ലൈനിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? അതിന്റെ റേഡിയസ് ആണ്, റേഡിയസ് ഓഫ് കർവേച്ചർ. അടുത്തതായിട്ട് നമുക്ക് നോക്കാം എന്താ പറഞ്ഞിട്ടുള്ളത്. ആ റേഡിയസ് ഓഫ് കർവേച്ചറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ അല്ലെ, ലെറ്റർ ഏതാണ്? ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ആർ ആണ്. ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ് റേഡിയസ് ഓഫ് കർവേച്ചറിനെ സൂചിപ്പിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ആരാണ്? പോൾ ആണ് അല്ലെ. ദ സെന്റർ ഓഫ്
The curved portion on the mirror is termed as the pole of the mirror. Center of the curved surface. എന്താ അതിന്റെ അർത്ഥം? ഈ curved ആയിട്ടുള്ള സർഫസിനെ അല്ലെ, ഈ സ്ഫിയർ ആയിട്ടുള്ള ഈ സർഫസ് ആണല്ലോ നമ്മുടെ മിറേഴ്സ്. അപ്പൊ ഈ സ്ഫിയർ ആയിട്ടുള്ള സർഫസിന്, മൊത്തത്തിലുള്ള സ്ഫിയർ അല്ല, ആ സർഫസിന് എന്തുണ്ടാകും? ഒരു കേന്ദ്രം ഉണ്ടാകും, ഒരു സെന്റർ ഉണ്ടാകും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? പോൾ എന്ന് വിളിക്കുന്നത്. മൊത്തത്തിലുള്ള സ്ഫിയറിന്റെ സെന്ററിനെ സെന്റർ ഓഫ് കർവേച്ചർ എന്നും, എന്നാൽ ആ സ്ഫിയറിന്റെ ആ ഒരു സർഫസ്, സ്ഫെറിക്കൽ സർഫസിന്റെ ആ ഒരു കർവ്ഡ് സർഫസിന്റെ സെന്ററിനെ, കേന്ദ്രത്തെ നമ്മൾ എന്ത് വിളിക്കും? പോൾ എന്ന് വിളിക്കും. അടുത്തതായിട്ട് പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് ദ കർവ്ഡ് പോർഷൻ ഓൺ ദ മിറർ ടേംഡ് ആസ് ദ പോൾ ഓഫ് ദ മിറർ. ഇതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? പി എന്ന് പറയുന്ന അക്ഷരം അല്ലേ, ക്യാപിറ്റൽ ലെറ്റർ പി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് പോളിനെ സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് പ്രിൻസിപ്പാൾ ആക്സിസ് ആണ് അല്ലെ, പ്രിൻസിപ്പാൾ ആക്സിസ്. എ ലൈൻ വിച്ച് പാസസ് ഫ്രം ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ പോൾ ഓഫ് ദ മിറർ ഈസ് നോൺ ആസ് എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പാൾ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് കർവേച്ചറിനെയും പോളിനെയും ബന്ധിപ്പിക്കുന്ന ആ ഒരു വര അല്ലെ, സെന്റർ ഓഫ് കർവേച്ചറിനെയും പോളിനെയും ബന്ധിപ്പിക്കുന്ന ആ ഒരു വരയെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? നമ്മുടെ പ്രിൻസിപ്പാൾ ആക്സിസ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്ഫെറിക്കൽ മിറേഴ്സിന്റെ അല്ലെ, അവരുടെ കുറച്ച് ടെർമിനോളജീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനിയുണ്ട് നമുക്ക് എന്താണ് നോക്കാനുള്ളത്? ഇനി ഫോക്കസ് ആണ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? when the parallel rays coming from infinity, ഒരു ഇൻഫിനിറ്റി അനന്തതയിൽ നിന്ന് വരുന്ന കുറച്ച് റേസ് വരികയാണ്. ആ റേസ് എവിടെ വന്ന് പതിക്കുന്നു? സ്ഫെറിക്കൽ മിററിൽ വന്ന് പതിക്കുന്നു. ആഫ്റ്റർ ദ റിഫ്ലക്ഷന് ശേഷം, പ്രതിപതനത്തിന് ശേഷം, ഇറ്റ് പാസസ് ഓർ അപ്പിയേഴ്സ് ടു പാസ് ത്രൂ എ പോയിന്റ്. അതെന്താണ്? പ്രതിപതനത്തിന് ശേഷം ആ റേ, ആ പ്രകാശകിരണങ്ങളൊക്കെ എന്താണ്? റിഫ്ലക്ട് ചെയ്ത് ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യും, ഒരു ബിന്ദുവിലൂടെ കടന്നു പോകും. ആ കടന്നു പോകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഫോക്കസ് ഓഫ് ദ സ്ഫെറിക്കൽ മിറർ. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? എഫ് എന്ന് പറയുന്ന ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ എഫ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ആ ചിത്രത്തിൽ നമുക്ക് കാണാം അല്ലെ, എഫ് എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്, എഫ് എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്. അതായത് ഈ എഫ് എന്ന് പറയുന്ന ലെറ്ററിലൂടെ ഇൻഫിനൈറ്റ്, അതായത് അനന്തതയിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ ഇവിടെ തട്ടി അത് തിരിച്ചൊരു കേന്ദ്രത്തിലൂടെ, ഒരു ബിന്ദുവിലൂടെ പോകും. ആ ഒരു ബിന്ദുവിനെ വിളിക്കുന്ന പേര്, ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. എന്താണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്? എന്താണ് ഫോക്കൽ ലെങ്ത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ദ പോൾ. ഫോക്കസും പോളിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് എന്താണ്? ഈ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും, ഫോക്കസും ഇവിടെയുണ്ട്, പോൾ എവിടെയാ? ഈ സെന്റർ അല്ലെ, ഈ സെന്റർ, ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫോക്കൽ ലെങ്ത്തും പറഞ്ഞു. അപ്പം ഫോക്കൽ ലെങ്ത്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ടെർമിനോളജീസ് ഇൻ സ്ഫെറിക്കൽ മിറേഴ്സ്. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.